ഓം നമഃ ശിവായ. ഗണപതിയുടെ ജനനം. ഒരു ദിവസം പാർവതിദേവി കൈലാസ് പർവ്വതത്തിൽ കുളിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആരും തന്നെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാൽ ദേവി തന്റെ ഭർത്താവായ ശിവന്റെ കാളയായ നന്ദിയോട് വാതിൽ കാവൽ നിൽക്കാനും ആരെയും കടത്തിവിടരുത് എന്നും പറഞ്ഞു. പാർവതിയുടെ ആഗ്രഹം നിറവേറ്റാൻ ഉദ്ദേശിച്ച് നന്ദി വിശ്വസ്തതയോടെ തന്റെ സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ ശിവൻ വന്ന് സ്വാഭാവികമായും അകത്തേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ ശിവനോട് കൂടുതൽ വിശ്വസ്തനായ നന്ദിക്ക് ശിവനെ കടന്നുപോകാൻ അനുവദിക്കേണ്ടി വന്നു. ഈ കാര്യത്തിൽ പാർവതിദേവി ദേഷ്യപ്പെട്ടു. എന്നാൽ അതിലുപരിയായി നന്ദിക്ക് ശിവനോടുള്ള പോലെ തന്നോട് വിശ്വസ്തതയുള്ള മറ്റാരും തനിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദേവി തന്റെ ശരീരത്തിൽ നിന്ന് മഞ്ഞൾ എടുത്ത് അതിൽ ജീവൻ നൽകി. അവൾ ഗണേശനെ സൃഷ്ടിച്ചു, അവനെ തന്റെ വിശ്വസ്ത മകനായി പ്രഖ്യാപിച്ചു. അടുത്ത തവണ കുളിക്കാൻ പാർവതി ആഗ്രഹിച്ചപ്പോൾ വാതിൽക്കൽ ഗണേശനെ കാവൽ നിർത്തി. തക്ക സമയത്ത് ശിവൻ വന്നു. ഈ അപരിചിതനായ പയ്യൻ തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് പറയുന്നതായി കണ്ട് കോപിതനായ ശിവൻ തന്റെ സൈന്യത്തോട് ആ കുട്ടിയെ നശിപ്പിക്കാൻ ആജ്ഞാപിച്ചു. പക്ഷേ അവയെല്ലാം പരാജയപ്പെട്ടു. ദേവിയുടെ പുത്രനായ ഗണപതിക്ക് അവയെല്ലാം നേരിടാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഇത് ശിവനെ അത്ഭുതപ്പെടുത്തി. ഇത് ഒരു സാധാരണ ആൺകുട്ടിയല്ലെന്ന് കണ്ടപ്പോൾ ശിവൻ അവനോട് യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അവന്റെ ദിവ്യക്രോധത്തിൽ ഗണേശന്റെ തല വെട്ടി തൽക്ഷണം അവനെ കൊന്നു. ഇതറിഞ്ഞ പാർവതി രോഷാകുലയായി സൃഷ്ടിയെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു. സ്രഷ്ടാവായ ബ്രഹ്മാവ് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് തന്റെ പ്രശ്നങ്ങൾ നേരിടുകയും അവളുടെ കഠിനമായ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ദേവി പറഞ്ഞു, എന്നാൽ 2 നിബന്ധനകൾ പാലിച്ചാൽ മാത്രം. 1. ഗണപതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. 2. മറ്റെല്ലാ ദൈവങ്ങൾക്കും മുമ്പായി അവനെ എന്നേക്കും ആരാധിക്കണം. അപ്പോഴേക്കും തന്റെ തെറ്റ് മനസ്സിലാക്കിയ ശിവൻ പാർവതിയുടെ നിബന്ധനകൾ അംഗീകരിച്ചു. താൻ കാണുന്ന ആദ്യത്തെ ജീവിയുടെ തല, അതും വടക്കോട്ട് ദർശനമായി കിടക്കുന്നതിന്റെ തല തിരികെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് അദ്ദേഹം ബ്രഹ്മാവിനെ അയച്ചു. ശക്തനായ ആനയുടെ തലയുമായി ബ്രഹ്മാവ് മടങ്ങിവന്നു. അത് ശിവൻ ഗണേശന്റെ ശരീരത്തിൽ വച്ചു. അവനിൽ പുതുജീവൻ നൽകിക്കൊണ്ട് ഗണേശനെ തന്റെ സ്വന്തം മകനായി പ്രഖ്യാപിക്കുകയും ദേവന്മാരിൽ അഗ്രഗണ്യൻ, എല്ലാ ഗണങ്ങളുടെയും ഗണപതി എന്ന പദവി നൽകുകയും ചെയ്തു.